ഗുഡ് മോർണിംഗ്. പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. ദൈവമേ, എന്താവോ നന്നായി വരണേ കർത്താവേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഒരു അടിപൊളി കാഴ്ച കണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ മുട്ടയും പഴവും പുഴുങ്ങണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എണീറ്റ് വന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ? ഇതാരാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓടാ പൊന്നിനെ ഇവിടെ കിടത്തിയോ? ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് മാറ്റിൽ ഒരു ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ടാട്ടോ കിടത്തിയിരിക്കണേ. ഇവിടെ ബാൽക്കണി തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആയതുകൊണ്ട് അടച്ചിടാം. ഞങ്ങൾ പഴം പുഴുങ്ങിയതും മുട്ടയും ചായയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് വല്ലതും ചെറുതായിട്ട് കഴിക്കുമായിരിക്കും അല്ലേ? ചിലപ്പോൾ. അപ്പൊ നമുക്ക് കഴിക്കാം കേട്ടോ. പഴം പുഴുങ്ങിയത് എന്നും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് ബെഡ് നന്നാക്കുന്നതിൻ്റെ ഡ്യൂട്ടി എൻ്റെ ഇച്ചുവിനാട്ടോ. നേരെ നേരെ. അപ്പം എനിക്കൊരു ചേച്ചി പാത്രം കഴുകാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാം നീറ്റാക്കി കഴുകി വെച്ചു, തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട്, പിന്നെ അലക്കാനും കൂടെ ഉണ്ട്. ഇപ്പം തന്നെ 12:15 ഒന്ന് എണീറ്റ് ഒന്ന് ചായ കുടിച്ച് ഇവനെ കുളിപ്പിച്ച് വന്നപ്പോഴത്തേക്കും 12:15. ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ. അപ്പം ഞാൻ തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി ഇടാം. അപ്പം ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട. തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ട്, ബീഫും കൂർക്കിയിട്ട് അടിപൊളി കറിയുണ്ട് കേട്ടോ. പിന്നെ ചോറും ഉണ്ട്. ചോറൊന്ന് തിളപ്പിച്ച് വറുത്താൽ മതി, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മണം കേട്ടോ. എനിക്ക് കൂർക്ക ബീഫ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്കൊന്ന് ചൂടാക്കി പെരളനാക്കി എടുക്കാം കേട്ടോ. പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ ടേസ്റ്റ്. ഞാനൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് തോന്നുന്നു തലേ ദിവസത്തെക്കാട്ടിലും പിറ്റേ ദിവസമാണ് ഒന്നും കൂടി ഇത് ടേസ്റ്റ് വരിക. ഇപ്പം എടുക്കില്ല, അവിടെ കിടന്നോ. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് കേട്ടോ. സവോള ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. തൈരുണ്ട്. ഞങ്ങൾ കഴിക്കുന്നത് നോക്കി കുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ചോറ് കഴിച്ചിട്ട് കുറേ നേരം TV കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ ഉറങ്ങി. അപ്പോൾ ഈ സമയത്ത് കുറച്ച് നേരം ഞാനും കിടന്നുറങ്ങും കേട്ടോ. ഞങ്ങളൊരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി. എണീറ്റു. ഇവർ വീണ്ടും കിടന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലീവുള്ളൊരു ദിവസം സമയം പോകുന്ന കണ്ടില്ലേ, 6 മണി ആവാറായി. എണീറ്റിട്ട് പെട്ടെന്ന് തുണിയൊക്കെ മടക്കി വെച്ചു. ഞങ്ങളുടെ 3 പേരുടെയും സെപ്പറേറ്റ് ആക്കി വെച്ചു കേട്ടോ. ഇത് ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെയാണ്. പിന്നെ ഇത് അവൻ്റെ, ഇതെൻ്റെ, ഇത് ഇച്ചുവിൻ്റെ. പിന്നെ എനിക്കൊരു ലോഡ് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അലക്കിയിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് അലമ്പി പിഴിഞ്ഞ് ഞാൻ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് വെള്ളം തോരാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചായയും പഴംപൊരിയും കൂടെ കഴിക്കാം. അപ്പം ഞാൻ മൈദ എടുത്ത് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കുറച്ച് മൈദയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ അരിയും ഉഴുന്നും വെള്ളത്തിൽ ഇടാനും കൂടി പോകുന്നുണ്ട്. രാവിലെ ഇടേണ്ടതായിരുന്നു, സത്യം പറഞ്ഞാൽ മറന്നുപോയി. ദൈവമേ, എന്താവോ. കുറേ നാളായി ഞാൻ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ട്. എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ടോപ്പാവാറാണ് പതിവ്. മാക്സിമം നന്നായിട്ടൊക്കെ മിക്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ ആദ്യത്തെ പഴംപൊരി ഇടാൻ പോവാണ്. Oh my God, നന്നായി വരണേ കർത്താവേ. ഇപ്പോൾ ഇതാണ് പഴംപൊരിയുടെ അവസ്ഥ. ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. വണ്ടർഫുൾ.
ചൂട് ദൈവമേ. അടിപൊളി ആണോ? ശരിക്കും ഗൈസ്, ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അടിപൊളി പഴംപൊരി കേട്ടോ. ഏറ്റവും അടിപൊളി പഴംപൊരി. താങ്ക് യു. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്, സോഫ്റ്റ്നെസ് ഉണ്ട്. മൈ ഗോഡ്. നമുക്ക് ഇത്ര ആത്മാർത്ഥതയോടെ കിട്ടുന്നില്ല. യെസ് യെസ്, എന്നെ ഭയങ്കര പുകഴ്ത്തല കേട്ടോ എൻ്റെ പഴംപൊരിക്ക്. കയ്യിലേക്ക് ഇത്തിരി എണ്ണ തെറിച്ചിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് റെഡ് കളറായി വരുന്നത്. ചെറിയൊരു വേദനയുണ്ട്. ഇത്തിരി തിളച്ച എണ്ണ തെറിച്ചിരുന്നു കേട്ടോ. സാരമില്ല. മത്തി മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷ് മത്തി. നല്ലതാണോ? തേൻ തേച്ച് തരികയാണേ. അങ്ങനെ കൈകൊണ്ടിരിക്കാൻ പാടില്ല. എന്തോ ഉറുമ്പോ? ഗൈസ്, ഞാൻ തുണിയൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാനിപ്പോൾ അലക്കിയിടുക. കാരണം പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടില്ല. ഞാനിപ്പോൾ ദോശമാവ് അരച്ചു വെച്ചു കേട്ടോ രാത്രി. ഇനി രാവിലത്തേക്ക് ഇത് പൊങ്ങും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി കുളിക്കാൻ പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പം സമയം 11:10 എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 11 മണിയായി. അപ്പോൾ ഇവനെ ഇനി കിടത്തി ഉറക്കി ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.